ആ പൈപ്പ് ഇങ്ങടുത്തെ. ചുറ്റുവട്ടത്തെ ടൈലല്ല മാറ്റണം. നീക്കി നോക്ക്. അടി. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ നാളെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യും. നാട്ടിലെത്തിക്കാനുള്ള പരിപാടി നോക്കാം സാർ. പൈപ്പേ ഇതെങ്ങനെ കത്തിയെന്നാ? ബോഡി അഴിയുമ്പോൾ മീഥേൻ ഗ്യാസ് ഫോം ചെയ്യും. അങ്ങനെ അത് കത്തുന്ന. മനസ്സിലായില്ലേ? വണ്ടി എടുക്കും. ആ ബംഗാളിയുടെ ബോഡി കിട്ടിയായിരുന്നല്ലോ സാറേ. ഞാൻ തന്നെ സാറേ അവനെ തീർത്ത്. മോട്ടിച്ച മോര് പങ്കുവയ്ക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. പിന്നെ നീ എന്തിനാ അവനെ മാത്രം കുഴിച്ചിട്ടു? അതുകൊണ്ട് സാറന്മാർക്ക് മുസാഫർമാർക്കൊന്ന് ചിറ്റി അടിച്ച് കാണാൻ പറ്റിയില്ലേ? സാറ് തന്നെ സാറേ. ടൈലിൻ്റെ പണിയൊക്കെ നല്ല വശമുണ്ടല്ലേ? കുറച്ചാൾ അതിൻ്റെ പരിപാടിയായിരുന്നു സാറേ. പിന്നെ കവലയിൽ തട്ടുകടയിൽ നടത്തിയായിരുന്നു. ഇവൻ്റെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ശരി സാർ. സാർ, ആ സ്റ്റീഫൻ്റെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുമോ? സ്റ്റീഫൻ്റെ സെല്ലിൽ എത്ര പേരുണ്ട് സാറേ? സർക്കാർ കണക്ക് പ്രകാരം 2 പേരാ. ഇന്നലെ 8 ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല സാറേ. എന്ത് കുഴപ്പം? കോടതിയിൽ നിന്ന് വിടുന്നതല്ലേ? അതെ. ലത്തീഫ് സാറേ, ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണേ. കാണാട്ടോ. വിട്ടോ വിട്ടോ. അതെ, എന്നെ രാവിലെ 5 മണിക്ക് ഇട്ടേക്കണം. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വർത്തമാനം പറയാൻ നിൽക്കണേ. എന്ത് സാറേ? അത് സാറേ സാറേ അത് അവിടെ നോക്കി. എന്ത് സാറേ പ്രശ്നം? നീ എന്നാടാ ലത്തീഫെ കല്യാണം കഴിച്ചേ? 1 മാസമായി സാറേ രജിസ്റ്റർ കഴിഞ്ഞിട്ട്. ആണോ? എന്നാ ഒരു ചായ എടുക്ക്. പാലില്ല സാറേ. കട്ടനായാലും മതി. ഇതിലും മണ്ണെണ്ണ ഇല്ലല്ലോ. എന്നാ ഈ സ്റ്റവ് കത്തിക്കും. അത് കേടാണ് സാറേ, അത് കത്തില്ല സാറേ. അത് കത്തും സാറേ. എനിക്കൊന്നും അറിയില്ല സാറേ. മിണ്ടായിരടാ. എൻ്റെ പൊന്നു സാറേ, ഇത് സ്റ്റീഫൻ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമാണ്. അവൻ നിനക്ക് വല്ലതും തന്നായിരുന്നു? ഇല്ല സാറേ. ആണോ? അതോ നീ ഇതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വരിയോ? ഇല്ല സാറേ. അല്ല സാർമാർക്ക് ഇതെങ്ങനെ മനസ്സിലായി? നീ ഇത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ അവളോട് പറഞ്ഞു. കഴിഞ്ഞു സാറേ.
വരണുണ്ട് മാറണം. 4 ദിവസമായിട്ട് തന്നെ ഉറക്കിയിട്ടില്ല ഇയാൾ. ഇതത്തെ കേസ്? മറ്റേ ലത്തീഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച പൈസയുടെ കേസില്ലടാ. ഓ ആ പുള്ളി ഇവിടെ ഉണ്ട്, നോക്കിയിട്ട് വരാം. എന്തായാലും ആ എല്ലാം ഓക്കെ ആയിട്ട് സാറേ. ആ കിട്ടിയോ? ഇല്ല. എൻ്റെ പോലും സാറേ, ഇതൊന്നും ഒരു കേസുമായിട്ട് മാച്ച് ആകുന്നില്ല. നീ എല്ലാ കേസും നോക്കിയായിരുന്നു? നോക്കി സാറേ. ഡിസ്ട്രിക്റ്റ് തിരിച്ച് സെർച്ച് ചെയ്തോ? കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നോക്കി. ഡോ ആ സാറേ. താൻ ആ JSL ഡാറ്റ നോക്കിയായിരുന്നു? ജുവനൈലിൻ്റെ അത് നോക്കണോ സാറേ? പതിനഞ്ചാം വയസ്സിൽ ഒരുത്തനെ കൊന്ന കുറ്റത്തിന് വന്നതാണ് സാറേ ജോണി. വന്ന സമയത്തൊക്കെ ആൾ വളരെ സൈലൻ്റ് ആയിരുന്നു. പിന്നെ അവൻ്റെ ഹൃദയത്തിനെന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ വന്ന് 1 വർഷത്തിനുള്ളിൽ അന്നത്തെ വാർഡനെ കുത്തി ഇവിടുന്ന് ചാടിയതാ. പിന്നീട് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? അന്വേഷണമൊക്കെ ഉണ്ടായി സാറേ, അവനെ കിട്ടിയില്ല. പിന്നെ കുത്തുകൊണ്ടവനും ഒരു ചൊവ്വില്ലാത്തവനായിരുന്നു. ഈ കേസ് നമ്മളിട്ട് കുഴപ്പിക്കുകയാണല്ലോ സാറേ. അവൻ നമ്മുടെ കൺമുന്നിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് പിള്ളേച്ച. മറ്റൊരു പേര്, മറ്റൊരു ഐഡൻറ്റിറ്റി. ഞാൻ വിളിക്കാം. ശരി. പിള്ളേ സാറോട് ഏൽപ്പിക്കാൻ പറഞ്ഞു സാറേ. ഇതൊന്ന് ഒപ്പിട്ട് തരും. അകത്തേക്ക് വെക്കണം സാറേ. വേണ്ട സാർ. ചായ. പിള്ളേച്ച, ടീനയും എൻ്റെ മോനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. പക്ഷേ ടീനയുടെ ഫ്യൂണറലിന് വന്ന ഈ കുട്ടികൾ മാത്രം എൻ്റെ മോനെ കാണാൻ വന്നിട്ടില്ല.